അതെ. കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. നല്ല പോലെ വായിക്കും. ചേട്ടാ വായിക്കോ നന്നായിട്ട്? എന്താ എന്റെ ദൈവമേ, എന്റെ എഡിറ്റർ സ്പെഷ്യൽ കോൺഗ്രസ് ആന്ന് പറഞ്ഞിട്ട് പടം ചെയ്തായിരുന്നു. സോ മെനി ലാംഗ്വേജസ്. റോസ്റ്റിംഗ് ഒന്നുമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്തല്ലേ. ഇങ്ങനെ ഏത് ഫാമിലി ഉണ്ട് ഈ കാലഘട്ടത്തിൽ? ക്യാമറയുടെ പിന്നിൽ ചേട്ടൻ വരെ ചിരിക്കുന്നു. താൻ അങ്ങനെ പറയുമ്പോ ആളുകളെന്ന് വിചാരിക്കുന്ന അറിയാം, യുദ്ധത്തിന് കൊണ്ടുകിടാൻ പറ്റി യുദ്ധത്തിന്റെ ഇടയിൽ കൊണ്ടിടാൻ പറ്റിയ പടം എന്നല്ല. ചില ഡയറക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോ ഇങ്ങനെ പറയായിരിക്കും, എടാ പ്രശാന്ത് ഏത് പ്രശാന്ത്, എടാ ഏകദേശം ആ ഭഗത് ഫാസിലിനെ പോലെ ഇരിക്കില്ലേ അയാളെന്ന് പറയുമ്പോ ഒരു ഐഡന്റിഫിക്കേഷനാ. 2 കഥ അമ്മ വായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ 1 കഥ ഞാൻ വായിച്ചിരിക്കണം. അതുകൊണ്ടാണ് അമ്മ 2 കഥ വായിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് എന്നെ കൊണ്ട് വായിപ്പിച്ചിരുന്നത്. ആ പ്രായത്തിൽ മാത്രം. ഈ പ്രായത്തിലോ കോംപ്ലക്സ് ഉണ്ടാവില്ല. അതെന്താണ്? കോൺസ്റ്റന്റ് റെപ്പിറ്റേറ്റീവ് തിങ്കിങ് ആണ്. നമ്മളൊരു സാധനം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് അതൊരു കോംപ്ലക്സ് ആവും. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗവും പിന്നെ ശരീരത്തിന്റെ ഭാഗവും അങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാവും. നല്ലോണം പുസ്തകം വായിക്കുന്ന ഒരാൾ എന്റെ വീട്ടിലുണ്ട്. ആ ആളുടെ ആറ്റിറ്റ്യൂഡ് ഇനി മാറിയിട്ടില്ല. അത് ജനറ്റിക്സ്. അത് ഇല്ലീഗലാവുന്നേ നല്ല കൂട്ടാണല്ലോ. എനിക്ക് കണ്ടിട്ടുണ്ടോ? നിനക്ക് കണ്ടിട്ടുണ്ട്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം കല്യാണമരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു പ്രശാന്ത് മുരളി ആൻഡ് ആതിര പട്ടേൽ. രണ്ടുപേർക്കും നമസ്കാരം. ഒരു ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് കല്യാണമരം ടൈറ്റിലും അതിന്റെ ഒരു നമ്മുടെ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് ഈ കല്യാണമരം? ഞാൻ പ്രസ് മീറ്റിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ധ്യാൻചന്ദ് എന്നെ കളിയാക്കി വിട്ടു. കിട്ടിയല്ലോ, കിട്ടി നന്നായിട്ട്. അപ്പൊ ശരിക്കും എന്താണ് ഈ കല്യാണമരം? കൊടുക്കൂ. അടുത്തത് ഇനി ഇവിടെ നിന്നാവാന്നല്ലേ കല്യാണമരം നമ്മളതിനെ കുറിച്ച് പറയാ. ഒരു അതെന്താ കല്യാണം? അത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? അതായത് നമുക്കിപ്പോ ഈ നമ്മള് പറയില്ലേ മരത്തിനകത്ത് മറ്റേ കെട്ടുക, അതിനാണോ? ഒരു മിനിറ്റ് കുട്ടി പറയട്ടെ. അത് നമുക്കൊരു ആഗ്രഹം പോലെ ഒരാളിനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി എന്തോ ചരടോ എന്തോ കെട്ടിക്കഴിഞ്ഞാൽ അത് നടക്കും. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഓ മൈ ഗോഡ്, നിങ്ങൾ രണ്ടുപേരും ആണല്ലേ കല്യാണമരത്തിന്റെ എല്ലാം എല്ലാം? ആണോ? അല്ല. അപ്പൊ ഞാൻ ശരിക്കും ആണെന്ന് വിചാരിച്ചു. ഇവളെയാ ഞാനാ? അല്ല, നിങ്ങൾ രണ്ടാണല്ലേ പേര്? അങ്ങനെ സംഭവിച്ചു പോയി. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും കല്യാണം? അത് ശരി, സിനിമ കാണുന്നതിനകത്ത് ഇതില്ല. ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ കല്യാണമരം എന്നിട്ട് പേര് എന്തുകൊണ്ടായിരിക്കും ഇവർ ഇട്ടതെന്ന് ആളുകൾ ആലോചിച്ച് അല്ലെ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ കല്യാണമരത്തിന്റെ ടൈറ്റിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയില്ല. ഇല്ല, പക്ഷെ ഞാൻ ശരിക്കും നേരത്തെ പറഞ്ഞത് നിങ്ങളത് സമ്മതിച്ചു എന്നാ ഞാൻ വിചാരിച്ചത്. സത്യസന്ധമായി എന്തോ എനിക്ക് അങ്ങനെയുള്ള ഒരു അതിപ്പോ സത്യമാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ശരിക്കും നിങ്ങളുടെ ക്യാരക്ടർ എന്താ, അത് പറയാൻ പറ്റുമോ? ഞാൻ ഇവിടെ ഒരു തട്ടുകടയൊക്കെ നടത്തുന്ന സല്ലന്നാണ് പുള്ളിയുടെ ക്യാരക്ടർ. രാഖി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹൈ റേഞ്ചിൽ നിന്നൊക്കെ കുടിയേറിയിട്ടൊന്നുമില്ല. ഹൈ റേഞ്ചിൽ നിന്ന് ഇവിടെ ജോലിക്കൊക്കെ ആയിട്ട് ടൗണിലേക്ക് വരുന്ന ഒരാള്. അങ്ങനെ ടൗണിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നെ നടക്കുന്ന സംഭവമാണ് കല്യാണമരം. ഇപ്പൊ ഞാൻ ആദ്യമേ വിചാരിച്ചൊരു കാര്യമാണ് ലൈക്ക് നിങ്ങളെ ഇന്റർചേഞ്ച് ചെയ്ത് പറയിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ നാച്ചുറലി അങ്ങനെ എന്താ ഇപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ, ആതിരയുടെ കൂടെ വയ്ക്കുമ്പോ ആതിരയുടെ സ്പെഷ്യാലിറ്റി എന്ത് തോന്നി? ആതിരക്ക് എന്ത് തോന്നി പ്രശാന്ത്? ആതിര ഭയങ്കര ഓറാക്കരുത്. ഒന്നുമില്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ഡെവലപ്പ് ആയി. ഞാൻ ആതിര, പിന്നെ നിഖിൽ ആനപ്പറമ്പിലെ വേൾഡ് കപ്പിന്റെ ഡയറക്ടർ. ഞങ്ങളെല്ലാം സെറ്റിലുണ്ട്.
ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര എന്തോ ഒരു പ്രത്യേക ബോണ്ടിങ് ആയി, ഭയങ്കര ഫ്രണ്ട്സ് ആയി. അത് എന്താന്ന് വെച്ചാൽ ചിലപ്പോ ഒരേ ഡീവിയന്റ് തിങ്കിങ്ങിന്റെ ആളുകളാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ടിലല്ലേ കണ്ടത് അവിടെ തട്ടുകട. ആക്ച്വലി ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ പടം സെയിം ആണ്, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, അങ്കമാലി ഡയറീസിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ കല്യാണ മരത്തിന് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ലൈക്ക് അതായത് അതുകൊണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, എനിക്ക് നോളജ് ഇല്ലായിരുന്നു. അപ്പോ കല്യാണ മരത്തിന് വന്നതിന് ശേഷമാണ് അത് മനസ്സിലായത്. ഇറ്റ് വാസ് എ നൈസ് സർപ്രൈസ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് നടക്കുന്ന സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നു, പരിചയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പോയിരുന്നു. നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഫൺ ഷൂട്ട്. ഓക്കെ, അപ്പം ഇപ്പം ആദ്യം എനിക്ക് തോന്നുന്നു മൂവീസ് സെലക്ട് ചെയ്യുന്നത് അമ്മയാണ് സെലക്ട് ചെയ്യുന്നത്. അമ്മയാണ് സെലക്ട് ചെയ്യുന്നതെന്നല്ല, ഞാനും അമ്മയും കൂടിയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോ ഞാൻ ആക്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു 17-18 ആ ഒരു ലൈക്ക് ഐ വാസ് എ ടീനേജർ ഞാൻ അത് ആക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ. അപ്പോ എന്താ കൂടുതലും അമ്മ തന്നെയാണ് എന്താ കഥകൾ കേൾക്കുന്നതും അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതും. അപ്പോ അതേ പ്രോസസ്സ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വരുന്ന മൂവീസ് ആണെങ്കിൽ ഞാൻ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ആദ്യത്തെ ഇത് പറയുന്നത് എനിക്ക് വീട്ടിൽ സംസാരിക്കണം, ഐ നീഡ് ടു ഹാവ് എ ഡിസ്കഷൻ വിത്ത് മൈ മോം എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഫസ്റ്റ് ഇത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് എന്താ ഞാൻ എന്റെ ഡിസിഷൻസ് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ അത് പറയുന്നത്. ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇല്ല, അതായത് നമ്മുടെ ടേസ്റ്റ് വളരെ സിമിലർ ആണ്. അപ്പോ എന്താ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മറ്റേ എന്താ പെർമിഷൻ ചോദിക്കലും കാര്യങ്ങളൊന്നും അല്ല, നമ്മള് ഡിസ്കസ് ചെയ്ത് അമ്മയോട് ഡിസ്കസ് ചെയ്യും, അമ്മ അച്ഛനോട് ഡിസ്കസ് ചെയ്യും, മുത്തശ്ശിയുടെ അനുഗ്രഹം പിടിക്കും. അങ്ങനെ ഒരു കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ, ചേട്ടനെങ്ങനെ എന്തെങ്കിലും അനുവാദം ചോദിക്കാം? ഭാര്യപ്പെടാം അപ്പൊ എന്താ അതുപോലെ ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് തീരുമാനമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ ഡിസിഷൻ ഇസ് മൈൻ. പക്ഷെ ആ കൊളാബറേഷൻ, ആ ഒരു ഡിസ്കഷൻ ഹെൽപ്സ് മീ ടു തിങ്ക് ക്ലിയർലി. കാരണം ഞാൻ വെർബലി ലൈക്ക് ഔട്ട്വേർഡ് എന്താ സംസാരിച്ചിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മനസ്സിൽ ആലോചിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ആളല്ല. എനിക്ക് പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം. അപ്പോ ഐ നീഡ് ദാറ്റ് സ്പേസ് വേർ ഐ ക്യാൻ ടോക്ക്. അപ്പൊ ആ സ്പേസ് അമ്മ നല്ലപോലെ വൃത്തിയിൽ തരുന്നുണ്ട്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അമ്മോട് ഡിസ്കസ് ചെയ്തിട്ട്, അമ്മ എന്ന് മാത്രമല്ല ഇവൺ അനിയനാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലും ഫാമിലി മൊത്തം ആ ഒരു എല്ലാരും ഇൻട്രസ്റ്റഡ് ആണ്. എവറിബഡി ഈസ് ലൈക്ക് യു നോ എക്സൈറ്റഡ് അബൌട്ട് ന്യൂ പ്രോജക്ട്സ് ആൻഡ് ഓഫ് കോഴ്സ്. ആൻഡ് എന്താ ഒരു കല ഇത് ഉള്ളിലുള്ള കുടുംബമാണ്. അപ്പൊ പിന്നെ അത് പ്രോസസ് അങ്ങനെ വരും. കഴിഞ്ഞോ? ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടല്ലേ, നിങ്ങൾ മൊത്തം ഇങ്ങനെ എപ്പോഴും റോസ്റ്റിംഗ് ഒന്നുമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്തല്ലേ. ഇങ്ങനെ ഏത് ഫാമിലി ഉണ്ട് ഈ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ച് സാമൂഹികവും മാനസികവും കുടുംബപരമായ മൂല്യങ്ങളൊക്കെ ആകെ ദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു അതെ ഭയങ്കര ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ആക്ച്വലി ഭയങ്കര ബ്ലെസ്ഡ് ഒരു സംഭവമാണ്. സാധാരണ പെൺകുട്ടിയോട് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോ എതിർക്കുന്ന പേരൻസ് ആണ് ഫസ്റ്റ് അതിനൊരു എതിർപ്പായിരിക്കും വരിക. ചില പെൺകുട്ടികളെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, വേറൊരു പ്രശ്നം അവരുടെ ഭാഗത്തുനിന്ന് വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഭയങ്കര അങ്ങനെ സെലക്ഷൻ ഒന്നും ഇല്ല, നമുക്ക് വരുന്നെല്ലാം ചെയ്യാം, അത്രേ ഉള്ളൂ. ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അല്ലേ, ആസ് യൂഷ്വൽ. ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് എല്ലാരും പറയാറുണ്ടല്ലോ ഫാസിലിന്റെ ഒരു ചായ കാച്ചലുണ്ട് എന്ന് അല്ലല്ല, അത് ഓൾറെഡി നമുക്ക് അറിയാൻ കാര്യമാണ്. ഞാൻ 6 അല്ലേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നപ്പോ അപ്പൊ ചേട്ടനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയാറുണ്ട്. ശരിക്കും
ഈ ഒരാളുമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറയുന്നത് അതൊരു പ്ലസ് ആയിട്ടാണോ തോന്നാറുള്ളത്, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ നമ്മള് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആയിട്ട് അങ്ങനെ തോന്നാറില്ല. ഒന്നാതെ അങ്ങനെ ഒരു ചിലപ്പം ചില ഡയറക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോ ഇങ്ങനെ പറയായിരിക്കും, എടാ പ്രശാന്ത് ഏത് പ്രശാന്ത്, എടാ ഏകദേശം ആ ഫഹദ് ഫാസിലിനെ പോലെ ഇരിക്കില്ലേ അയാളെന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിഫിക്കേഷനാ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമോ പ്രശ്നമോ ഗുണമോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്തായാലും പുള്ളിയുടെ റേഞ്ചിൽ അഭിനയിക്കാൻ പറ്റില്ല, പുള്ളിക്ക് ഒരിക്കലും എന്റെ റേഞ്ചിലേക്ക്. അപ്പൊ അതിനകത്ത് ഒരു കമ്പാരിസൺ, ഐ മീൻ വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ടതിന്റെ അർത്ഥമില്ല അത്. ഇല്ല പുള്ളിക്ക് ചിലപ്പോ ഇതിനൊക്കെയാണ്. അതിപ്പം ഉള്ളൊഴുക്ക് പോലൊരു ചിത്രം ചേട്ടൻ ചെയ്തു. ഇപ്പൊ നമ്മുടെ ഉർവശി ആണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും എല്ലാരും അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ലേഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ചേട്ടൻ്റെ അതിനകത്ത് ഉണ്ടായിരുന്നത്. പ്രസന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു ക്യാരക്ടർ ആയിരുന്നു. അതിനെ കൺസീവ് ചെയ്തൊരു രീതി എങ്ങനെയായിരുന്നു ചേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ? ഈ ക്യാരക്ടറിന്റെ കോംപ്ലിക്കേഷനെ നമ്മള് നിങ്ങൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും ടോട്ടൽ മൂവി കാണുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻ ആണ്. എന്നെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടറിന് കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. എനിക്ക് ആകെപ്പാടെ ഒരു ഈ പറയുന്ന എല്ലാ സീനുകളിലും എന്റെ ഉള്ളിൽ കടന്നു പോകുന്ന ഒരു കുറ്റബോധത്തിന്റെ ലെയർ ഉണ്ട്. ആ ലെയർ ഇപ്പൊ നിങ്ങൾ തുടക്കം തൊട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇവളെ കല്യാണം കഴിക്കുമ്പോഴും ഇവളുടെ വീട്ടുകാർ സംസാരിക്കുമ്പോഴും ഒക്കെ ഇയാൾ നിൽക്കുന്നതും അതിനുശേഷം ഇവളെ കയറി പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്തും. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഇയാളുടെ അമ്മ എന്താണോ ഇയാളെ പഠിപ്പിച്ചത് ചെറുപ്പം തൊട്ട്, ഒരു മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു സാധനം അമ്മ എപ്പോഴും പറയുന്നുണ്ട്. അപ്പന്റെ വാച്ചാണ് അത്, അവന് ഭയങ്കര ഇതാണ്, മനസ്സിലായോ? അപ്പനെ അങ്ങനെ ഒരു പ്ലേസിലാണ് നിർത്തിക്കുന്നത്. അപ്പം ആണുങ്ങൾക്ക് അത്ര ഒരു പവർ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് അവരുടേത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഇയാൾ ചെയ്യേണ്ട രീതിയും ചെയ്യുന്നു. പിന്നെ അമ്മ ഇത് മറച്ചു വെച്ചിട്ടാണ് അവളെ കല്യാണത്തിന് കൺവിൻസ് ചെയ്യിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന കുറ്റബോധം. മരണസമയത്ത് വരെ അയാൾ സോറി പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിനെ കൺസീവ് ചെയ്യുന്നത്. നിങ്ങൾ കൺസീവ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, അവിടുന്ന് ഇങ്ങനെ കണക്ഷൻ വരുന്നു, അപ്പൊ ഇതാണ് ഇതിന് കാരണം. അപ്പൊ 5 ഒരേ സമയത്ത് കുറ്റക്കാരിയും നല്ലവളും ആവുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സാധനം കോംപ്ലിക്കേഷൻ അതാ. ഞാൻ ഇങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്. ഈ സാധനങ്ങളാണ് മെയിൻ ആയിട്ട്. പിന്നെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോഴുള്ള പെർഫോമൻസ്, പിന്നെ അതാണ് കൂടുതലും അല്ലെ, അതാണ് കൂടുതൽ വീഴുമ്പോൾ അപ്പൊ അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത്. അതിന് പുറകിൽ നടക്കുന്ന മാനസിക വ്യവഹാരമാണല്ലോ നീ ഉദ്ദേശിച്ചത്. അതിങ്ങനെയാണ് മാനസിക വ്യവഹാരം. ആക്ച്വലി അല്ല ആതിര പട്ടേൽ തൃശ്ശൂർ ഇരിങ്ങാലക്കുട. അവര് തെളിച്ചു വിളിക്കാൻ കഴിയില്ല. അല്ല ഞാൻ എവിടെ പുറത്തുനിന്ന് എനിക്ക് മതിയായിട്ട് പറഞ്ഞു. എന്റെ അച്ഛൻ കർണാടകക്കാരനാണ്, അമ്മ മലയാളിയാണ്. ഞാൻ ജനിച്ചും വളർന്നും ഒക്കെ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ്. അപ്പൊ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ മൈൻഡിൽ ചെറുതായിട്ട് പോയൊരു കാര്യമാണ് ഇപ്പൊ മലയാളം. ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ആണോ? ഞാൻ ശരിക്കും How do you speak so much English? I know so many languages. എത്ര ലാംഗ്വേജ് അറിയാം? 5 ലാംഗ്വേജിൽ ഫ്ലുവന്റ്ലി, ആറാമത്തെ ഒപ്പിക്കാം കുറച്ച്. 5 ലാംഗ്വേജ്? ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ. ഓക്കെ, ഫ്ലുവന്റ് ആയിട്ട്. ഓക്കെ. അപ്പം തൃശ്ശൂർ തന്നെയായിരുന്നോ ഇതുവരെ? പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ +2 ശേഷം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. ഒരു 1.5 ഇയർ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വയനാട്ടിലുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ചു നാള് വീണ്ടും ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കറന്റ് ഇൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു 1 ഇയർ ആയി. ഒരേ മാസത്തിൽ 2 ചിത്രങ്ങൾ, 2 ചിത്രങ്ങളാണ് വരാൻ പോകുന്നത് അടുത്തടുത്ത ദിവസങ്ങളല്ലേ? നമ്മുടെ മൂവിയുടെ 19th ആട് 3 വരുന്നുണ്ട്. ഹൗ ഡു യു ഫീൽ അത് അങ്ങനെ ഒരു കാര്യം? സത്യം പറഞ്ഞ എന്താ റിയലി എക്സൈറ്റഡ്. പടം വരുന്നുണ്ട്, നല്ല കാര്യം. ബിസി ആവുന്നത് വളരെ നല്ല കാര്യം. വേറൊരു വെബ് സീരീസിന്റെ ഷൂട്ടിലാണ്. അപ്പൊ സമയം കിട്ടിയിട്ടില്ല. കാലത്ത് എണീറ്റ് പോവാ, രാത്രി വരെ കിടന്നുറങ്ങുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് സമയം കിട്ടിയിട്ടില്ല. ബീയിങ് ബിസി നല്ല കാര്യം.
പക്ഷെ അതിന്റെ വെൻ യു ആർ ബിസി ബാക്കിയുള്ള സംഭവങ്ങൾ ആലോചിക്കാനും ഇതിനും സമയം കിട്ടില്ലല്ലോ. സോ ലോജിക്കാം. അതെ അപ്പൊ ഇതൊരു 2 ദിവസം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്കൊരു സ്കെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു, ഒരു 3 ദിവസത്തെ. അപ്പൊ 2 ദിവസം ഞാൻ വീട്ടിലിരുന്നു, വേറെ ഒന്നും ചെയ്തില്ല, കിടന്നുറങ്ങി. ഇന്നിപ്പോ ഇതിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വന്നു. അങ്ങനെ നാളെ തൊട്ട് വീണ്ടും ഷൂട്ട് തുടങ്ങുകയാണ്. ഞാൻ ആടിന്റെ റിലീസ് ഡേറ്റിന് ഒരു ദിവസം ഓഫ് ചോദിച്ചിട്ടുണ്ട് പടം പോയി കാണാൻ വേണ്ടിട്ട്. ബട്ട് എന്താണ് ഇപ്പം ആടാണെങ്കിലും എല്ലാരും ഭയങ്കര പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ്. പ്രതീക്ഷയ്ക്ക് ഒത്തു കണ്ടന്റ് ഉണ്ടോ എന്താണ് നമുക്ക് പറയാൻ? അത് നമുക്ക് കാണാം. 19 റിലീസ് ആണല്ലോ. ഇത്തവണ ഭയങ്കര വേറൊരു റോളർ കോസ്റ്റർ റൈഡാണെന്നൊക്കെയാണ് കേട്ടത്. പറയൂല മോളെ, ഒന്നും വിട്ടു തരില്ല. ഇത് മാസങ്ങളായി എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞോ? അറിയില്ല. ഓക്കെ ശരി ആയിക്കോട്ടെ. നിങ്ങൾ ശരിക്കും ഞാനിപ്പോ നിങ്ങളുടെ ആ വൈബിലേക്ക് എത്തി തോന്നുന്നു. നിങ്ങളുടെ ഈ ബോണ്ട് എങ്ങനെ ഇത്രയും സ്ട്രോങ് ആയി ബിൽഡായി? ഇത്രയും കളിയാക്കലൊക്കെ വരണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ല അതായത് ഒരു മുജ്ജന്മ ശത്രു അതങ്ങനെയായി അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരേ വൈബുള്ള ആളുകൾ എങ്ങനെ അത്ര അധികം സമയം എടുക്കില്ലല്ലോ നമ്മള്. നമ്മുടെ കല്യാണ മരത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മീര ചേച്ചി ഉണ്ട്. മീര ചേച്ചി എനിക്ക് തന്മാത്രയില് എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്, പോസ്റ്റർ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അല്ല പെട്ടെന്ന് ആ ഹെയർ സ്റ്റൈലും അങ്ങനത്തെ കാര്യമൊക്കെ കണ്ടപ്പോ തന്മാത്രയിലൊരു അതേ ഒരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അവരുടെ അമ്മയായിട്ടാണെന്ന് തോന്നുന്നു. എന്റെയും ദേവുന്റെയും അമ്മയായിട്ടാണ് മീര മാം ചെയ്യണത്. മനോജ് കെയു ആണ് നമ്മുടെ അച്ഛനായിട്ട് ചെയ്യണത്. അപ്പോ എങ്ങനെയുണ്ട് മീര മാമായിട്ട് വർക്ക് ചെയ്തത്? നമ്മൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. എന്താ നമ്മള് ഇറ്റ് വാസ് റിയലി ഫൺ. മീര മാം ആണെന്നുണ്ടെങ്കിലും മനോജ് സർ ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും എക്സെപ്ഷണൽ ആക്ടേഴ്സ് ആണ്. ആൻഡ് നമ്മള് എല്ലാവരും ഒരേ സ്പേസ് ഷെയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈവൻ വെൻ വി ആർ നോട്ട് ഷൂട്ടിങ് നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് ഇറ്റ് വാസ് റിയലി ഫൺ. ഞങ്ങള് കുറെ കഥകള് പറഞ്ഞ് ഷെയർ ചെയ്ത് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു, ഊണൊക്കെ കളിച്ചു പറഞ്ഞിട്ടായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. അവർ ഇത്രയും ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ സ്റ്റോറീസും സംഭവങ്ങളൊക്കെ കേൾക്കാന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി നൈസ്. ഞാൻ ചോദിക്കാൻ പറഞ്ഞത് എന്നോട് ഈ ചോദ്യം ഉണ്ടോന്നോ? ഞാൻ ഈ സൗന്ദര്യമുള്ളവരോട് അല്ല എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് ഓവറോൾ ഇപ്പൊ ഇവരുടെ കൂടെ ആക്ട് ചെയ്തൊരു എക്സ്പീരിയൻസ്, സ്ക്രീൻ ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ്? ഇപ്പൊ ധ്യാൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഉള്ളൂ തോന്നുന്നു മൂവിയില്. കുറച്ച് ധ്യാൻ ചേട്ടന് 4 ദിവസം, എനിക്ക് 4 ദിവസം 5 ദിവസം ഒക്കെ ഉള്ളായിരുന്നു. എല്ലാവർക്കും അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. പക്ഷെ എന്റെ കുറച്ചുകൂടെ ഒരു വലിയ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. നല്ല എക്സ്പീരിയൻസ്. എന്താ ഒന്നും കളിച്ചില്ല. എന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ഷൂട്ട്. അപ്പം അതെ കാലത്ത് വരും ഷൂട്ട് ചെയ്യും. അല്ല കാലത്ത് പോലും വരൂല, ഷോർട്ടിന് മുമ്പ് കുറച്ചു നേരം മുമ്പ് വരും, ഷൂട്ട് ചെയ്യും. ഓക്കെ ശരി ഞാൻ പോകുന്നവരോട് പോവും. അതായിരുന്നു പണി. അങ്ങനെ അതൊരു ബോണ്ടിങ് ആവാനുള്ള ഒരു ടൈം ഒന്നും എടുത്തില്ല ഇവരൊക്കെ ആയിട്ട്. ചേട്ടൻ എങ്ങനെ ഈ ആക്ടിങ് ഫീൽഡിലോട്ട് വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ എത്തിയത്? 28ാമത്തെ വയസ്സിലാണ് ആക്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ? എങ്ങനെയാണ് ആക്ടിങ് ചെയ്തത്? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരനാരാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ചിട്ട് വന്നേക്കുവല്ലേ. വെറുതെ വഴി പഠിച്ചു അതിന് വേണ്ടിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടില് കുഞ്ഞുനാൾ തൊട്ട് കുറെ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. 8, 9, 10 ക്ലാസ്സുകൾ. അത് കഴിഞ്ഞ് പിന്നെ PGക്ക് പഠിക്കുമ്പോ 2 നാടകങ്ങൾ ഡയറക്ട് ചെയ്ത് അഭിനയിച്ച്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരാളെന്നോട് പറഞ്ഞാ അഭിനയിച്ചപ്പോ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൂനെയിലൊക്കെ അപ്പൊ ഇത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോ അതിനകത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്റർവ്യൂ ഓറിയന്റേഷൻ അത് തന്നെ ഗവൺമെന്റിന്റെ
FT പോലെ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇതിന് അഭിനയത്തെ കുറിച്ച്. അപ്പൊ അവിടെ ചെന്നപ്പോ കുറെ കറക്ഷൻസും തുടരെയുള്ള പെർഫോമൻസുകളും അങ്ങനെ ഒരു കുറച്ചൊരു അഭിനയിക്കാന്നുള്ളൊരു സാധനം വന്നു. അത് കഴിഞ്ഞ് അങ്കമാലി ഡയറീസിന് ഓഡീഷൻ പോയി. ഫസ്റ്റ് ഓഡീഷൻ അതാ, അത് കിട്ടി. പിന്നെ സെക്കൻഡ് ഓഡീഷൻ ഫസ്റ്റ് ഓഡീഷൻ അതാ. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഇതിനിടയിൽ പാഷൻ എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ ആക്ടിങ്ങിൽ പാഷനേറ്റ് ആണ്. പക്ഷെ അത് നമ്മളെ സിനിമയിലേക്ക് ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആളുകളെ കാണുക, ചാൻസ് ചോദിക്കുക, അങ്ങനെയല്ലേ പാഷനേറ്റ് ആയിട്ട് ലൊക്കേഷനുകളിൽ പോവാ. അങ്ങനെ പറ്റില്ല. ഒരു ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. സോറി എനിക്ക് അതായത് നിവൃത്തികളുണ്ടാണ് ഇങ്ങനെയാവുന്നത്. അത് പക്ഷേ ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരു എസ്കേപ്പിസം ആയിട്ടാണ്. നമുക്ക് ഒത്തിരി ചേട്ടൻ പറഞ്ഞത് അല്ല നമ്മളിപ്പോ ഷൂട്ടിനാണെ പോലും നമുക്ക് ലൊക്കേഷനിൽ പോകാൻ ഒരു മടിയായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നു ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. നമ്മള് പുഷ് ചെയ്യുന്നതല്ല, ഇപ്പൊ ഇങ്ങനെ പ്രസന്റബിൾ ആയിട്ട് പുഷ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്റേണലി നമുക്ക് ഇതൊന്നും പറ്റില്ല, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആക്ടിങ് മീൻസ് നമ്മളിപ്പോ സിനിമയിൽ വന്നതിന് ശേഷം അതൊരു ക്രൈസായി മാറിയോ? അല്ലല്ല, സിനിമ അതിനു മുമ്പ് തന്നെ ക്രൈസ് ആണ്. അഭിനയിക്കണം, നാലാളെ അറിയണം. അതുകൊണ്ടാണ് ഈ ഇൻട്രോവേർട്ട് സ്വഭാവത്തിനെ പുഷ് ചെയ്ത് ആദ്യമൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ചേട്ടൻ ഇൻട്രോവേർട്ട് ആണ്, അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് മിണ്ടണ്ട വന്നിട്ടുണ്ടോ എപ്പോഴും? ഓഫ് കോഴ്സ് ഇങ്ങോട്ട് ഒന്നും കൊണ്ടുപോയിരുന്നു. നല്ല വൈബ്രന്റ് ഭയങ്കര അല്ലേ? ഭയങ്കര ആംബിവേർട്ടൊന്നുമല്ല. ഞാൻ എക്സ്ട്രോവേർട്ട് ടെൻഡൻസി ഉള്ള ആംബിവേർട്ടാണ്. അത് നിനക്ക് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ? അതും കൂടെ കറക്റ്റ് ആവുന്ന അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. But I like my own space and peace and all that. Me too. ഇപ്പൊ നമ്മുടെ സിനിമ നോക്കുകയാണെങ്കിലേ നിങ്ങളിപ്പോ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ ആണെങ്കിലും എല്ലാം കുറച്ച് ഹെക്ടിക് അല്ലേ? എപ്പോഴെങ്കിലും ഇത് അല്ലാതെ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇപ്പം നമ്മള് രാവിലെ 6 to അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു ഷെഡ്യൂൾ ഒക്കെ വരിക. അപ്പം എനിക്ക് തോന്നുന്ന കുറച്ച് നല്ല പാടുള്ള പണി തന്നെയാണ് ഈ ആക്ടിങ് എന്ന് പറയുന്നത്. എല്ലാവരും പറയും ആക്ടിങ് ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നാൽ മതി, അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ജോബാണെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ജോബല്ല, ക്വിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക്. ഇറ്റ്സ് ലൈക്ക് സംതിങ് ഇംഗ്ലീഷ് ചേട്ടൻ അറിയാതെ സംസാരിക്കുമ്പോ എനിക്ക് വരുന്നുണ്ട്, എന്നിട്ട് പെട്ടെന്ന് ഒരു കോൺഷ്യസ്നെസ് വന്നിട്ട് ചേട്ടൻ ബ്ലോക്ക് ചെയ്യും. Usually we talk like this, but then like you know today we decided to talk in Malayalam. അപ്പോ അത് നമ്മൾ കുറച്ച് അഭിനയിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സക്സസ് ആയെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സിനിമ എന്ന് പറയുന്ന ഒരു ഡ്രഗ് പോലെ നമ്മുടെ ബ്ലഡിനകത്ത് ഇങ്ങനെ അലിഞ്ഞു ചേരും. അപ്പൊ നമുക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എപ്പോഴും നമ്മളെ ഇതിങ്ങനെ പുറകോട്ട് പിടിച്ച് വലിച്ചോണ്ടിരിക്കും. എനിക്ക് അതുകൊണ്ടാണ് രക്ഷപ്പെടാഞ്ഞിട്ടും അതങ്ങനെ ട്രൈ ചെയ്തോണ്ടേയിരിക്കും. അതെ, മറ്റേ ഇങ്ങനെയാണ് മറ്റേതില് പറയണ ഒന്ന് പോയി തരുമോ മാത്രം. ഓക്കെ, എനിക്ക് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. അതിന്റെ എന്താ നന്നായിട്ട് അടിക്കാൻ അതിന്റെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതില് എനിക്ക് എന്താ അവിടുത്തെ മാനേജർ ഇവിടെ പണി കണ്ടിട്ട് നിനക്ക് ഇത് ഇന്റർവ്യൂ ആയിപ്പോയി, ലൈക്ക് റെക്കോർഡഡ് ആയിപ്പോയി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേനെ. മുമ്പേ അഭിനയിച്ചു തുടങ്ങിയതാ. പക്ഷേ അറിയോ പണിയെടുക്കുന്നുണ്ടപ്പോ മാനേജർ ചോദിച്ചു നിനക്ക് അഭിനയിക്കാൻ
അത് സീരിയസ് ആയിട്ട് എടുത്തു. സീരിയസ് ആയിട്ട് എടുത്തു. താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അഭിനയിക്കാൻ ഇറങ്ങി. അല്ല ഞാൻ ഇപ്പൊ 15 ദിവസം എന്താ കള്ളം പറഞ്ഞ ലീവ് ഒക്കെ എടുത്തിട്ടാണ് ഇന്റേൺഷിപ്പിന് പോയത് തന്നെ അഭിനയിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും ജൂൺ 1 ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ജൂൺ 15 പോയി ചേർന്നത്. ആക്ടിങ്ങിന് പോയി. ഞാൻ എനിക്കൊരു പടം ഉണ്ടായിരുന്നു, ഒരു 15 ദിവസം ഇതുണ്ടായിരുന്നു. അപ്പൊ ദാറ്റ് ഇസ് അഭിമാനി എന്നിട്ട് ഒരു ആർട്ട് മൂവി ഞാൻ ചെയ്തത്. അപ്പൊ എനിക്ക് അഭിനയിക്കണമായിരുന്നു. അവരോട് എടുക്ക് ഒരു സെക്കൻഡ്. ഹലോ, ഇന്റർവ്യൂ എടുത്തോണ്ടെങ്കിൽ താങ്കൾ എവിടെയാ? നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. നല്ലോണൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഇപ്പൊ ഇന്റർവ്യൂയുടെ ഇടയിലാ. എല്ലാരെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട് ഞങ്ങളിവിടെ. അതെ, വരുന്നുണ്ടോ? ഞാൻ പരിപാടി കഴിയാറായിട്ടുണ്ടെങ്കിൽ വരേണ്ട ആവശ്യം. ഇങ്ങോട്ട് വാ. പരിപാടി കൂടാൻ വരുന്നല്ലോ. ഇങ്ങോട്ട് വാ. ഞങ്ങളെ കാണാൻ ഞങ്ങള് ബാക്കി ഇന്റർവ്യൂ കൊടുക്കട്ടെ. ഇങ്ങോട്ട് വായോട്ടാ. ഓക്കെ, ശരി ശരി, ഓക്കെ ഇങ്ങോട്ട് വരൂ. ഓക്കെ, സോറി. ആക്ടിങ്ങിന്റെ അപ്പൊ എങ്ങനെ വന്നു? ആക്ടിങ്ങിലേക്ക് വന്നല്ലോ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ, ഞാൻ ഒരു പടത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്ത്, കള്ളം പറഞ്ഞ് ലീവ് എടുത്ത്, ഇഞ്ചുറി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ലീവ് എടുത്ത് 15 ദിവസത്തിന് ശേഷമാണ് ഞാൻ പോയത്. അങ്ങനെയാണ് ഞാൻ ഇന്റേൺഷിപ്പിന് ചേരുന്നത് തന്നെ. അവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ. അവിടെ പിന്നെ വേറൊരു മലയാളി പയ്യനെ അത് കണ്ടുപിടിച്ച് പറഞ്ഞൊക്കെ സീനായി. ഒന്നുമില്ല, ഇവളുടെ പണിയെടുക്കല് കണ്ടപ്പോ നന്നായിട്ട് പണിയെടുത്തിരുന്നു ഞാൻ. ഓക്കെ, കണ്ടിന്യൂ. അത് പക്ഷെ അവിടെ എന്താ പണിയെടുത്തോണ്ടിരിക്കുമ്പോ എനിക്ക് മനസ്സിലായ സംഭവം ഇറ്റ്സ് വെരി എന്താ ഡേ ടു ഡേ ഇതായിട്ടുള്ള 9 to 5 ജോബ് എനിക്ക് പറ്റൂല. ക്രിയേറ്റീവ്ലി എന്താ ഒന്നുമില്ലാത്ത കാരണം എനിക്ക് ബോറടിച്ചു തുടങ്ങി. പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഇറ്റ്സ് വെരി ബോറിങ്, റെപ്പറ്റേറ്റീവ് ആണ് അത്. സിനിമയില് ഇറ്റ്സ് എന്താ ചാലഞ്ചിങ്. എല്ലാ സെറ്റും പുതിയതാണ്, പുതിയ ആൾക്കാര്, പുതിയ ക്യാരക്ടേഴ്സ്. അപ്പോ നമുക്ക് ക്രിയേറ്റീവ്ലി കുറെ സംഭവങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. എവറി ഡേ ഈസ് ന്യൂ. ഒരു ദിവസവും ഒരേപോലെ അല്ല. ഒന്ന് പോയിട്ട് പണിയില്ലാതെ ഒരു 3 മാസം വീട്ടിലിരിക്കും. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കും. സത്യം ഞാൻ പറഞ്ഞത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എനിക്കാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഇല്ല. അല്ല, ഞാനേ ആദ്യം സംസാരിക്കുമ്പോ സീരിയസ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അപ്പൊ അത് കാരണം ആക്ടിങ് തന്നെയാണ് നല്ലത് എന്നുള്ളത് മനസ്സിലായി. ഐ എം വെരി ഹാപ്പി ഇൻ സെറ്റ്സില് പോകുമ്പോ. ഈവൻ ദോ നമ്മള് ടൈമിംഗ് വൈസ് നമുക്ക് കുറച്ച് ഇതുണ്ടെങ്കിലും ഐ എം വെരി ഹാപ്പി ഇൻ സെറ്റ്. താങ്ക് യു സോ മച്ച്. നന്ദി. അല്ല, ഇപ്പൊ ഈ വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു കുറെ മൂവീസ് ഇങ്ങനെ മാറുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൂവി എന്തായാലും റിലീസ് എന്നുള്ളൊരു തീരുമാനത്തിൽ മുമ്പോട്ട് വരാണ്. അതെന്താണ് ഇതിന്റെ ഇടയ്ക്കും അത് ഇപ്പൊ റിലീസ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്താനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ്. ആൻസർ ചെയ്യുന്നു. ബുദ്ധിപരമായിട്ടുള്ള നീക്കമെന്ന് അല്ല, ഇത് ഇങ്ങനെ ഒരു ചെറിയ പടത്തിന് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ അങ്ങനെ വാറ് ഐ മീൻ ഇപ്പൊ നമ്മളെ നന്നായിട്ട് അഫക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം എന്താണ് ഷോർട്ടേജ് വരുന്നു. ഇപ്പൊ അതുവരെ ഹോട്ടലുകൾ അടച്ചിരുന്നു. അതൊക്കെ ഓഫ് കോഴ്സ് ഇനിയിപ്പം 27 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും. എനിക്ക് തോന്നുന്നു അതൊരു ബ്ലൈൻഡ് ഹോപ്പ്. ആൻഡ് ഓൾസോ ഐ തിങ്ക് പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഈവൻ ദോ ദർ ആർ എന്താ things happening which are not really great, favorable. We need to have some outlet where we can relax and like let go എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ആ ഒരു സ്പേസും കൂടെ വേണം നമുക്ക്. അപ്പോ ആർട്ട് എപ്പോഴും ആ ഒരു സ്പേസ് നമുക്ക് തരും. അപ്പോ ഐ തിങ്ക് ദാറ്റ് ഇസ് കാരണം നമ്മളിപ്പോ ഞാനൊന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് നല്ലപോലെ ചോദിക്കാൻ
ഞാൻ ഇങ്ങനെ സഹിച്ചു ചേട്ടനെ നമുക്കൊന്നും പറയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയണ്ടല്ലോ എന്തിനാ പറയുന്നേ. അയ്യോ ഒരു താൻ അങ്ങനെ പറയുമ്പോ ആളുകളെന്ന് വിചാരിക്കുന്ന അറിയാം, യുദ്ധത്തിനിടയിൽ കൊണ്ടിടാൻ പറ്റി യുദ്ധത്തിന്റെ ഇടയിൽ പടം എന്നല്ല. പക്ഷെ നമുക്കിപ്പോ പ്രതീക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുദ്ധം നിൽക്കും. 27 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനൊരു നല്ല പാട്ടാടാ വെച്ചു വൈൻഡപ്പിലേക്ക് വരും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷ ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അല്ല ഞാൻ അങ്ങനല്ല കേട്ടോ ചോദിച്ചേ, യുദ്ധത്തിന്റെ ഇടയ്ക്ക് എന്തായ സിനിമ കൊണ്ട് റിലീസ് അങ്ങനെ ആക്കിപ്പോ. സാധാരണ ഞങ്ങളാ പറയുന്നത് ട്വിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്നതിനകത്ത് വേറെ ഒക്കെ ആക്കും. ഓക്കെ, ആദ്യം വേറെ ക്വസ്റ്റ്യൻ. ഇപ്പം ഭൂതകാലത്തില് ആക്ട് ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും കേരളത്തിലെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരുപാട് പേടിച്ചൊരു മൂവി ഉണ്ടെങ്കിലും ഭൂതകാലത്തായിരിക്കും ഭയങ്കര. ആ മൂവി എങ്ങനെയാ ആതിരയുടെ അടുത്തേക്ക് വന്നത്? അല്ല അതുകൊണ്ടല്ല, അവരൊരുപാട് പേടിച്ചാണ് അത് മൊത്തത്തിൽ ഹൊറർ പടമായതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റാത്ത ഞാൻ സംസാരിക്കുമ്പോ വെള്ളി വീടുന്ന ആളാണ്. അതിനകത്ത് ആ കറക്റ്റ് വെള്ളികളെല്ലാം ചേട്ടൻ പിടിക്കുന്നുണ്ട്. അത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അങ്ങനെ അതെ ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നാലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു റീസൺ അങ്ങനെ എന്തെങ്കിലും കോള് വരാനുണ്ടായ? അങ്ങനെ ഒന്നുമില്ല. അവളുടെ വ്യക്തിപ്രഭാവവും അഭിനയത്തിലുള്ള കഴിവും ഒക്കെ കണ്ടിട്ടായിരിക്കും. അതിന് മുമ്പ് ഏതായിരുന്നു വർക്ക്? അതിന് തൊട്ട് മുമ്പോ അതെനിക്ക് ഓർമ്മയില്ല. അല്ല, ആട് 3ക്ക് ശേഷമാണ് ഭൂതകാലം വന്നത്. അല്ല, ആട് 3 അല്ല, സോറി, ആട് 2ന് ശേഷം. ഞാൻ എന്റെ റീലേ പോയി കേട്ടോ. ചേട്ടനാ കാരണം. ഓക്കെ, ആട് 2ന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. അപ്പനിശർ നായിക കേട്ടോ. ഓക്കെ, ഇത് ധ്യാൻ ചേട്ടൻ 2.2 തന്നെയാ കേട്ടോ. സെറ്റില് നിങ്ങൾക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല? എനിക്കുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ധ്യാൻ ചേട്ടനോട് ആക്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടൻ ഇങ്ങനെ അല്ല തോന്നുന്നു സെറ്റ്. അത് കുറെ കേട്ടിട്ടുണ്ട്. എങ്ങനെയല്ല, ഈസ് വെരി പ്രൊഫഷണൽ. എന്താ ക്യാരക്ടറായിട്ട് നിൽക്കുന്നു എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വെരി സീരിയസ് അബൌട്ട് ഹിസ് ക്രാഫ്റ്റ്. ചെയ്യുന്ന തൊഴിലിനോട് നീതി പോലെ നിർത്തുന്ന മനുഷ്യനാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ഫേസ് അല്ല പുള്ളിയുടെ സെറ്റിൽ വരുമ്പോ. അപ്പൊ ദാറ്റ് ഡിഫറൻസ്. ചോദിച്ചോ അടുത്തത്. കഴിഞ്ഞ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കഥാപാത്രം ഗുണ്ട. അത് വേണ്ട, എനിക്ക് പോയി. നമ്മളിപ്പോ ഏതോ കൊച്ചു വർത്താനം പറയുന്നത് ഇന്റർവ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ നല്ല മരം കാണുന്ന കല്യാണം വരാം. എന്റെ ദൈവമേ, നന്മ വരും. അത് മാറി നല്ല മരം. അല്ല, നല്ല മരം എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. കട്ട് കേട്ടോ, എന്റെ എഡിറ്റർ സ്പെഷ്യൽ കട്ട്. ഓക്കെ, അപ്പം കല്യാണ മരം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. കല്യാണ മരം മുഴുവൻ കണ്ടില്ല. അതാണ് ഒരു വിഷയം. ഓ, നിങ്ങൾ ഫുള്ള് കണ്ടിട്ടില്ല? നമ്മൾ ഡബ് ചെയ്ത പോർഷൻ മാത്രമല്ലേ കണ്ടു. നമ്മുടെ പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഒരു ഫീൽ ഗുഡ് പരിപാടിയാണ്. ഐ മീൻ പടം മൊത്തത്തിലൊരു ഫീൽ ഗുഡ് ഇതാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി സ്മോൾ
എന്താ സ്മോൾ ഫിലിം, കുറച്ച് സമയം കൊണ്ട് കുറച്ച് ആൾക്കാർ നിർമ്മിച്ചൊരു പടമാണ്. ആൻഡ് ചെറിയൊരു ത്രെഡുമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മറ്റേ മലമറിക്കുന്ന പരിപാടികളൊന്നുമില്ല. ചെറിയൊരു ഫീൽ ഗുഡ് മൂവി. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദേ ഫീൽ ഗുഡ് ആഫ്റ്റർ സീയിങ് ദ മൂവി. ഞാൻ ചോദിക്കാൻ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ദേവനന്ദ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഞാനിപ്പോ പ്രസ് മീറ്റിലും ചോദിക്കാൻ ഉദ്ദേശിച്ച ക്വസ്റ്റനാണ്. ധ്യാൻ ചേട്ടൻ എന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞു. അതെ, അതായത് ഇപ്പം ദേവനന്ദ ആക്ച്വലി 7-8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സോറി, ഞാൻ ആദ്യം കാണുമ്പോഴായിരുന്നു 7-8 വയസ്സുള്ള കുട്ടി. സോറി, 6 വർഷം കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് അവളും വലുതായി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നമ്മള് നമ്മുടെ ചെറിയ പ്രായത്തില് ഇപ്പം നമ്മൾ അത്രയും പക്വതയോടുകൂടി സംസാരിച്ചിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ന്യൂ ഇതായിരുന്നു. നേരത്തെ ചോദ്യത്തിൻ്റെതല്ലേ? അപ്പൊ ഞാൻ ഒരു ഉത്തരം തരണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, കറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് അവള് നന്നായിട്ട് വായിക്കും. ഓക്കെ, നല്ല പോലെ വായിക്കും. ചേട്ടൻ വായിക്കോ നന്നായിട്ട്? പുസ്തകം വായിക്കോ? ഇല്ലല്ലോ. അവള് നന്നായിട്ട് വായിക്കും. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയുടെ അടുത്ത് പാരന്റ്സ് വന്നിട്ട് 70 പേജേ വായിക്കാൻ പാടുള്ളൂ എന്ന്, ലൈക്ക് ലിമിറ്റ്. അത് എന്നോടൊക്കെ നീ 10 പേജെങ്കിലും വായിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. 2 കഥ അമ്മ വായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ 1 കഥ ഞാൻ വായിച്ചിരിക്കണം. അതുകൊണ്ടാണ് അമ്മ 2 കഥ വായിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് എന്നെ കൊണ്ട് വായിപ്പിച്ചിരുന്നത്. ഇവള് കൂടുതൽ വായിച്ചിട്ട് അവൾക്ക് കട്ട് ഓഫ് ഇതുണ്ട്, ഇത്ര പേജേ വായിക്കാൻ പാടുള്ളൂ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് കട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്രയധികം കുട്ടി വായിക്കും. ആൻഡ് ഓൾസോ എന്താ ജിബിൻ ചേട്ടൻ ദേവനന്ദയുടെ അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ഒരു ദിവസം കണ്ടത് നമ്മൾ ഹോസ്പിറ്റൽ ഇതില് എന്താ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷീ ഈസ് വെരി ക്യൂരിയസ്, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്താ ഇതെന്താ, അവൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് ചെറിയ ചെറിയ സംഭവങ്ങളല്ല, ലോകത്ത് ഇപ്പൊ ഓരോ നടക്കുന്നത് അതിനെ കുറിച്ച് അവള് ചോദിക്കും. എന്തുകൊണ്ടാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, ആരെന്ത്, എല്ലാ സംഭവങ്ങളും അവൾക്ക് അറിയണം. ആൻഡ് അത് അവൾക്ക് മനസ്സിലാവാൻ പാകത്തിന്, അവൾക്ക് മനസ്സിലാകുന്നത് വരെ പുള്ളിക്കാരന് ഇരുന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. അപ്പൊ ആ രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഈ തരത്തിൽ വർത്തമാനം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, യുനോ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ അങ്ങനെ ഒരു എഫേർട്ട് നമുക്ക് അത് പലരും പറയുന്ന കേൾക്കാൻ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്ന അല്ല, അതാണ് അല്ല, വായിച്ച് തന്നെ പഠിച്ച് വരുന്നതാണ്. അല്ല, അതായത് എന്താ മീഡിയയുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതല്ല. യെസ്, മീഡിയയുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ചെറിയൊരു പോളിഷ്ഡ് വേർഷൻ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ടാവാം. പക്ഷെ അത് മറ്റേ ഞാൻ എന്താ നമുക്കൊന്നും ഇല്ലല്ലോ എന്നല്ലേ. അല്ല, ഇത് പോളിഷ്ഡ് വേർഷൻ ആണ്. ഇത് പോളിഷ്ഡ് വേർഷൻ ആണ്. യെസ്, ഇത്രയൊക്കെ പോളിഷ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംഭവം വരുന്നുണ്ടാവാം എന്നുള്ളതല്ലാതെ അവള് പറയുന്ന കാര്യങ്ങളും അവളുടെ അറിവോ സംഭവങ്ങളും മീഡിയക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ല. ദാറ്റ് ഷീ ഹാസ്, അത് പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ചേട്ടന് തോന്നിയിട്ടുണ്ടോ ലൈക്ക് നമുക്ക് ഇത്രയും പക്വത ആ പ്രായത്തിൽ ഉണ്ടായിരുന്നു? ആ പ്രായത്തിൽ മാത്രം, ഈ പ്രായത്തിലോ പക്വത ഇല്ലാതിരിക്കട്ടെ, പക്വത ഉണ്ടായി തീർന്നു ലൈഫ്. അയ്യോ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ കാര്യം ഇങ്ങനെ തന്നെ. എനിക്ക് വേണ്ടോന്നൊക്കെ ഒരു 10-40 വയസ്സിൽ 18-കാരനെ പോലെ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് അല്ലേ? ലൈഫ് പെട്ടെന്ന് തീർന്നില്ലേ? ഇന്നർ ചൈൽഡ് വളരെ അനുവദിക്കരുത്. വളർന്നാ പോയി. ഞാന് ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നാളെ അയ്യോ സിനിമ അഭിനയൊന്നും വേണ്ട എന്ന് വെച്ചാൽ തീർന്നില്ലേ, എന്റെ കരിയർ പോയില്ലേ? പുസ്തകം വായിക്കലും എന്താ ഇന്നർ ചൈൽഡിനെ വളർത്താതിരിക്കുന്നതും തമ്മിൽ അതെങ്ങനെയാ? ഇത്ര അറിവ് നമുക്ക് കിട്ടുമല്ലേ ഒരു പുസ്തകം വായിക്കാന്ന് വെച്ചാൽ. ക്യാരക്ടർ മാറില്ലേ? ഇപ്പൊ ദേവനന്ദ വായിക്കാത്ത ഒരാളാണ് എങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്? കുറച്ചുകൂടെ ചൈൽഡിഷ് ആയിട്ടായിരിക്കില്ലേ ബിഹേവ് ചെയ്യുന്നത്? വായിക്കുന്നത് കാരണം കൊണ്ടുണ്ട്. ഇൻഫർമേഷൻ ചേഞ്ചസ് അവർ ആറ്റിറ്റ്യൂഡ്. അതറിയില്ല, അതിനാദ്യം പുസ്തകം വായിക്കണം. നല്ല പുസ്തകങ്ങളുണ്ട്. നല്ലോണം പുസ്തകം വായിക്കുന്ന ഒരാൾ എന്റെ വീട്ടിലുണ്ട്. ആളുടെ ആറ്റിറ്റ്യൂഡ് ഇനി മാറിയിട്ടില്ല. അത് ജനറ്റിക്സ്, അത് മാറി. അല്ലല്ല, ഇൻഫർമേഷൻ എപ്പോഴും എന്താണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ് കോംപ്ലക്സ് ഇല്ല, നമുക്ക് ഓരോ സ്വഭാവങ്ങളിൽ കോംപ്ലക്സ് ഉണ്ടാവില്ല. അതെന്താണ്? കോൺസ്റ്റന്റ് റെപ്പിറ്റേറ്റീവ് തിങ്കിങ് ആണ്. നമ്മളൊരു സാധനം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് അതൊരു കോംപ്ലക്സ് ആവും.
അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗവും പിന്നെ അത് ശരീരത്തിന്റെ ഭാഗവും അങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഐ മീൻ അൺവാണ്ടഡ് തിങ്കിങ് ആണ് അസുഖങ്ങളായിട്ട് മാറുന്നത്. ഇതാണല്ലോ ലോജിക്കല്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ച് ഒരുപാട് അറിവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ ലോകത്തിന് വലിയ അർത്ഥമൊന്നുമില്ല, ജീവിതം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തീരും, അപ്പൊ വേറെ രീതിയിൽ ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചിന്തിച്ചാൽ തീർന്നില്ലേ. ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ട് ആളുകൾ അറിയുക, ഇൻട്രോവേർട്ടഡ് ബ്രെയിന്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോ നല്ല പഠനം ചെയ്യുക, ഒരുപാട് ഭാഷകളിൽ പഠനം പക്ഷെ എനിക്ക് അതിനോടൊരു ഇതുണ്ട്. നമ്മളിപ്പം അറിവുകൾ ശേഖരിക്കുന്നത് വേറൊരു സൈഡ്, അല്ല വിയോജിപ്പ് എന്ന് പറയുന്ന അറിവുകൾ ശേഖരിക്കുന്നത് വേറൊരു സൈഡാണ്. പക്ഷെ നമ്മളെങ്ങനെ നിക്കണം എന്നുള്ളത് നമുക്ക് ഒരു 10,000 രൂപയുടെ ആൻഡ്രോയിഡ് ഫോണും ഒരു 1,00,000 രൂപയുടെ ആപ്പിൾ ഫോണും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്. പക്ഷെ നമ്മള് എന്താ ഞാൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെയാണ് ഞാനിപ്പോ എന്റെ ഐഫോൺ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് മാറുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ എല്ലാരും ബുക്ക് വായിച്ചു എല്ലാരും ബുദ്ധിമുട്ടാവുന്നല്ലേ ഞാൻ പറഞ്ഞത്. നീ എന്നോട് ഞാൻ എന്തുകൊണ്ട് വായിക്കുന്നില്ല, ഞാൻ എന്തുകൊണ്ട് മാറുന്നില്ല എന്നല്ലേ ചോദിച്ചേ? താന്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നല്ലേ? ലോജിക്കലി ജയിക്കുന്നു. അവിടെ മുട്ടിച്ച് എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കല്യാണം വരും 27th പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു ഗൈസ്. നിങ്ങൾ രണ്ടുപേരും പെയർ ആയിട്ടല്ലേ വരുന്നത്? കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. ആദ്യം പടത്തിലോ? ആ പടത്തില്. ഓ ഇല്ലീഗലാവുന്നേ നല്ല കൂട്ടാണല്ലോ. ഞാനല്ല ഇതുണ്ടാക്കിയത്, നിയമം ഉണ്ടാക്കിയത്. അല്ലല്ലേ? എനിക്ക് കണ്ടന്റ് ഉണ്ടോന്ന് ഞാൻ കണ്ടന്റ് ഉണ്ട്. അത് പോയിട്ട് മറ്റേ എഡിറ്റ് ചെയ്യാൻ എടുത്ത് നോക്കിയാ കിട്ടും. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ കുറെ ചിരിച്ച് ഫൺ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ മൂവിയും നിങ്ങളുടെ ഹിറ്റ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.